പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു പുതിയ സംഗതിയാണ് നമ്മൾ പറയുന്നത്. ഒരു സിനിമയുടെ പേരുണ്ട്, മറവിൽ തെരുവ്, സൂക്ഷിക്കുക അപകടം. അതുപോലെ ഹോട്ടൽ ഹൈ റേഞ്ച്, ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ ചിത്രീകരിച്ചിരിക്കുന്നത് മൂന്നാറിലാണ്. മൂന്നാറിലൂടെ ഇപ്പോഴല്ല, പണ്ട് സഞ്ചരിക്കുമ്പോൾ പല സ്ഥലത്തും ഈ ബോർഡ് കാണാം, മറവിൽ തെരുവ്, സൂക്ഷിക്കുക അപകടം. ഇന്നിപ്പോ ആ ബോർഡുകൾ അപ്രത്യക്ഷമായി. കാരണം കാര്യമൊക്കെ ഗൂഗിൾ ഏറ്റെടുത്തു. ഗൂഗിളിൽ നോക്കിയാൽ മതി, നമുക്ക് സംഗതി ഏതൊക്കെ റോഡ് എവിടെയാണ് വളവ്, തിരിവ്, അപകടം എന്നൊക്കെ നമുക്ക് ഏകദേശ രൂപം കിട്ടും. അപ്പൊ ആ ബോർഡുകളെല്ലാം പോയി. കുതിരവട്ടം പപ്പു ദേശവൽക്കരിച്ച താമരശ്ശേരി ചുരം, അവിടെയും പണ്ട് ഇതുപോലെ ഈ ബോർഡുകൾ കണ്ടിരുന്നു. അവിടെയും ഇപ്പൊ ആ ബോർഡുകൾ ഇല്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഈ പറയുന്ന കാര്യം തന്നെ, നമ്മുടെ ടെക്നോളജി വികസിച്ച് കാര്യങ്ങളെല്ലാം ഒരു പരുവത്തിലായി നിൽക്കുന്ന സന്ദർഭമാണ്. പക്ഷെ എന്തെല്ലാം വികസിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും വിധി, അതുപോലെ നവഗ്രഹങ്ങളുടെ ആജ്ഞ, അത് മാത്രം ഗൂഗിളിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ള സത്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇത് കഥാരൂപേണ പറയുകയാണ്. കാരണം ഏണാങ്കശേഖരൻ മാഷ് എന്ന് പറയുന്ന കഥാപാത്രം നാട്ടിൽ വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹം എവിടെയെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായാലും, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായാലും എല്ലാ കാര്യത്തിനും മധ്യസ്ഥനാണ്. മധ്യസ്ഥത വഹിക്കാൻ മാഷെ പോലൊരു മിടുക്കൻ ലോകത്ത് ആരുമില്ല. അങ്ങനെ അദ്ദേഹം ഏത് മധ്യസ്ഥതയ്ക്കും എല്ലാവർക്കും സുസമ്മതനായ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് സംഭവിച്ച ഒരു അപജയമാണ് ആദ്യത്തെ കഥ. അദ്ദേഹം ഒരു കുടുംബഭാഗ പ്രശ്നത്തിൽ ഇടപെട്ടു. വളരെ കാര്യഗൗരവമായിട്ട് 2-3 വട്ടം എല്ലാ കക്ഷികളോടും, അതിൽ മക്കളും മരുമക്കളും ഭാര്യയും ഭർത്താവും അച്ഛനും മുത്തച്ഛനും ഒക്കെ ഉണ്ട്. ഒരു വലിയ കൂട്ടുകുടുംബമാണ്. സംസാരിച്ച് ഒരിടത്തും എത്താത്ത അവസ്ഥ വന്നപ്പോൾ ഒരു ദിവസം അത് അടിപിടിയിൽ കലാശിച്ചു. 2 പക്ഷക്കാരും ഏണാങ്കശേഖരൻ മാഷെ തല്ലി തല പൊളിച്ചു. ഇതാണ് അവിടെ ഉണ്ടായത്. എന്താണ് ഇതിന് കാരണം? എവിടെയാണ് പ്രശ്നം? ശേഖരൻ മാഷ ആകെ വിഷമിച്ചു പോയി. തന്റെ ജീവിതത്തിൽ എത്രത്തോളം മധ്യസ്ഥതകൾ വഹിച്ച് ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്ത തനിക്ക് എങ്ങനെ ഈ ദുർവിധി വന്നു? നോക്കുമ്പോൾ അദ്ദേഹത്തിന് കണ്ടകശനി, 4-ൽ ശനി. അതാണ് കാര്യം. ആ ശനി മറഞ്ഞു നിന്ന് ഒപ്പിച്ച കഥയാണ് ഇവിടെ സംഭവിച്ചത്. അദ്ദേഹത്തിന് അത് ആദ്യം മനസ്സിലായില്ല. കാര്യം പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, ഇങ്ങനത്തെ സമയത്തൊക്കെ നമ്മൾ കാര്യങ്ങളിൽ ഇടപെട്ടാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇതെല്ലാമാണ് നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളുടെയും ഉത്തരവാദി എന്ന് പറഞ്ഞപ്പോൾ മാഷത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ പോലും വിശ്വസിക്കേണ്ടതായി വന്നു. അനുഭവമാണല്ലോ ഏറ്റവും വലിയ ഗുരു. പോട്ടെ, അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക്. ഇത് ഒരു മിടുക്കത്തിക്കുട്ടിയാണ്. ഒരു സ്റ്റാർ ഹോസ്പിറ്റലിലെ നേഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. ആ കുട്ടി വൈകുന്നേരം, പേര് സുമ വൈകുന്നേരം 5 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ഒരു ആയുർവേദ മസാജ് പാർലറുണ്ട്. ആ പാർലറിൽ ചെന്ന് തന്റെ കൂട്ടുകാരിയെ വിളിച്ചാണ് ദിവസവും KSRTC ബസ്സിൽ കയറി നാട്ടിലേക്ക് പോവുക. 1/2 മണിക്കൂർ യാത്രയുണ്ട്. പതിവ് പോലെ ജോലി കഴിഞ്ഞ് കുട്ടി മസാജ് പാർലറിന്റെ പുറത്തെ വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു പോലീസ് റെയ്ഡ് നടക്കുകയാണ്. പോലീസ് റെയ്ഡ് നടക്കുന്നതിന് കാരണം എന്തെന്ന് വെച്ചാൽ, മസാജ് പാർലറിന്റെ മറവിൽ മറ്റ് പല അനാശാസ്യങ്ങളും നടക്കുന്നു എന്നുള്ള കംപ്ലൈന്റ് ആണ് പോലീസിന് കിട്ടിയിരുന്നത്. വനിതാ പോലീസും മറ്റു പോലീസും ഒക്കെ ഉണ്ട്. പുറത്ത് കാത്തിരുന്ന സുമയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. പോലീസ് പിടിച്ചു ജീപ്പി കയറ്റുകയാണ്. അറസ്റ്റ് ചെയ്യല്ല, ജീപ്പി കയറ്റുകയാണ്. ജീപ്പി കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സുമ കാര്യം പറഞ്ഞു, ഞാൻ ഇവിടെയല്ല ജോലി ചെയ്യുന്നത്,
ഞാൻ തൊട്ടടുത്ത ഹോസ്പിറ്റലാണ്, വേണമെങ്കിൽ കോണ്ടാക്ട് നമ്പർ പിടിച്ചോളൂ, ഫോണെല്ലാം അവർ മേടിച്ചു വെച്ചു. ഇതൊക്കെ പലരും പറയുന്ന അഭ്യാസങ്ങളാണെന്ന് പറഞ്ഞു ഫോണെല്ലാം അവരെ മേടിച്ചു വെച്ചു. 1-2 കിട്ടുകയും ചെയ്തു. വനിതാ പോലീസ് കയ്യേറ്റവും ചെയ്തു. കുട്ടി ആകെ, സുമ ആകെ വല്ലാത്തൊരവസ്ഥയിലായി തീർന്നു. ആരോട് പറയും, എന്ത് ചെയ്യാൻ പറ്റും? മൊബൈലും പോലീസ് കൈക്കലാക്കിയിരിക്കുകയാണ്. മറ്റു പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഈ പറയുന്ന ആന്റി സോഷ്യൽസിന്റെ കൂടെ ഈ സാധു കുട്ടിയും ചെന്ന് പെട്ടിരിക്കുകയാണ്. വല്ലാത്ത ഒരു ഘട്ടം. ആ മേപ്പോട്ടും കീഴ്പോട്ടും നോക്കല്ലാതെ വേറെ ഒരു നിവൃത്തിയും ആ കുട്ടിക്കില്ല. അങ്ങനെ ഇരിക്കെ അവിടെ സുമയ്ക്ക് പരിചയമുള്ള തന്റെ ഹോസ്പിറ്റലിലെ ക്ലയന്റായ ഒരു പ്രസിദ്ധ ക്രിമിനൽ വക്കീൽ പോലീസ് സ്റ്റേഷൻ ജാമ്യം എടുക്കാൻ, ഒരു പ്രതിയെ സ്റ്റേഷൻ ജാമ്യം എടുക്കാൻ അവിടെ വരുന്നു. സുമയെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് സംഭവം? സുമ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, ആദ്യം പോലീസ് സംസാരിക്കാൻ സമ്മതിച്ചില്ലെങ്കിലും വക്കീലിന്റെ മിടുക്കുകൊണ്ട് കാര്യം ചോദിച്ചു മനസ്സിലാക്കി. വക്കീല് കാര്യഗൗരവമായി ഇടപെട്ട് അതിന്റെ നിയമപ്രശ്നങ്ങൾ പറഞ്ഞ് കുട്ടിയെ, സുമയെ അവിടെ നിന്ന് റിലീസ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്നു. കേസെടുത്തില്ല. പക്ഷെ തത്സമയം ഉണ്ടായ അപമാനം, കിട്ടിയ തല്ല്, വനിതാ പോലീസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ തല്ല്, ഇതെല്ലാം സുമയെ വല്ലാതെ വിഷമിപ്പിച്ചു കളഞ്ഞു. എന്താണ് ഇതിന്റെ കാര്യം എന്ന് സുമയ്ക്ക് അറിയില്ല. നിരപരാധിയായി സത്യസന്ധമായി ജോലി ചെയ്ത് കൂട്ടുകാരിയെ വിളിക്കാൻ വന്ന് തനിക്ക് കിട്ടിയത് മർദ്ദനമാണ്. എന്താണ് ഇതിന്റെ കാര്യം അറിയില്ല. സുമ അന്വേഷിച്ചപ്പോഴാണ് സുമയ്ക്ക് കണ്ടകശനിയാണ് എന്നുള്ള കാര്യം വരുന്നത്. അവിടെയാണ് അതിന്റെ സംഭവം. 10-ൽ ശനിയാണ്. ആ 10-ൽ ശനിയാണ് ഈ പണി പറ്റിച്ചത്. അപ്പൊ കണ്ടകശനി ഉണ്ടാക്കുന്ന കുഴപ്പം, 7-ര ശനി ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളെ കുറിച്ചാണ് ഞാൻ അനുഭവ സാക്ഷ്യമായ കഥകളിലൂടെ ഈ കാര്യങ്ങൾ പറയുന്നത്. നനച്ചിരിക്കാതെ ആപത്തുകൾ വരിക, ആ ആപത്തുകൾ നമ്മളെ തളർത്തിക്കളയുക, നമ്മളെ അപമാനിക്കുക, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് സർവ്വസാധാരണമായിട്ട് സംഭവിക്കുകയാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കേണ്ട, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ. വീണ്ടും കഥയിലേക്ക് തന്നെ പോവുകയാണ്. ഇത് മാന്യനായ ഒരു വ്യക്തി ബസ്സിൽ സഞ്ചരിക്കുന്നു. അദ്ദേഹത്തിന് സുകുമാരൻ എന്ന പേര് വിളിക്കാം. വളരെ വലിയ കുടുംബത്തിലെ വളരെ മാന്യതയുള്ള, മര്യാദയുള്ള, രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹം ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ഒരു സ്ത്രീകളുടെ പിറകിലാണ് ഈ മനുഷ്യൻ നിന്നിരുന്നത്. ഒരു സ്ത്രീ പെട്ടെന്ന് പറയാണ്, ഇയാൾ എന്നെ കയറി പിടിച്ചു, എന്നെ തോണ്ടി എന്നെല്ലാം പറഞ്ഞു. ബസ് നിർത്തി. ജനം ഇടപെട്ടു. ജനം തന്നെ ഇദ്ദേഹത്തെ കൈകാര്യം ചെയ്തു. അദ്ദേഹം നിരപരാധിയാണ്. പക്ഷെ എന്നിരുന്നാലും പലരും അദ്ദേഹത്തെ ആക്ഷേപിച്ച് കൈകാര്യം ചെയ്യും. ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടുകയും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും കേസെടുക്കുകയും ചെയ്തു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് അകത്ത് കടന്ന് ജാമ്യത്തിലിറങ്ങി. അന്ന് സുകുമാരൻ ആത്മഹത്യ ചെയ്യുകയാണ്. സത്യസ്ഥിതി എന്തെന്ന് വെച്ചാൽ ഇയാൾ നിരപരാധിയാണ്. ചെയ്തത് മറ്റാരോണ്. സ്ത്രീ കണ്ടത് ഇയാളെയാണ്. അയാൾ പ്രതിയായി. സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് അവിടെ നടന്നത്. വിധിയുടെ വിളയാട്ടമാണ് അവിടെ നടന്നത്. അതങ്ങനെ ഒരു സംഭവം. അപ്പൊ ഇതുപോലെ ഉള്ള അനേകം സംഭവങ്ങൾ നമ്മുടെ ഇടയിൽ വന്നു പെടുന്നത് ഇപ്രകാരമാണ്. സാധാരണ രീതിയിൽ മോട്ടോർ സൈക്കിൾ ഓടിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ജോസഫ്. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം മോട്ടോർ സൈക്കിൾ ഒരു ഹരമാണ്. ഒരു ദിവസം ജോലിക്ക് പോകുന്ന സമയത്ത് പെട്ടെന്നാണ് വളവിൽ നിന്ന് മറ്റൊരു വണ്ടി വന്ന് ജോസഫിന്റെ വണ്ടിയിൽ ഇടിച്ച് ജോസഫിനെ വീഴ്ത്തുന്നതും കാലുകൾ ഒടിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലെത്തി ഒരു കാലിന് ക്ഷതം പറ്റുകയും പിന്നീട് വണ്ടി ഓടിക്കാൻ പറ്റാത്ത ഒരു പതനത്തിലെത്തുകയും ജോലിയിൽ നിന്ന് വളരെ കാലം അവധിയെടുത്ത് കഷ്ടപ്പെടേണ്ടതും വന്നതായ ഒരു സംഭവം. അതും ഇത് തന്നെ സംഭവം. നോക്കുമ്പോൾ അവിടെ ഒന്നുകിൽ 7-ര ശനി അല്ലെങ്കിൽ കണ്ടകശനി മുതലായ കാര്യങ്ങൾ പിന്നിൽ നിന്ന് കളിക്കുന്നു, പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. നമ്മൾ അറിയാതെ അതിൽ ചെന്ന് പെടുന്നു. ഇതാണ് വസ്തുത. ഈ വസ്തുത നമുക്ക് മനസ്സിലാകില്ല. നമ്മൾ സാമാന്യ ജനം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകളോ നമ്മുടെ കാര്യങ്ങളോ എല്ലാം നടത്തി നമ്മൾ
നമ്മുടേതായ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നു. അതിനിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ കൊണ്ടെത്തിക്കുന്നത്. ഇനിയും പോകുന്നു മറ്റൊരു കഥയിലേക്ക്. ഇത് സുമിത്രയുടെ കഥയാണ്. സുമിത്ര IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. മേലധികാരികൾക്ക് സുമിത്രയോട് എന്തോ ഒരു വല്ലാത്ത പകയാണ് കുറച്ചു കാലമായിട്ട്. ഏതൊരു പ്രോജക്റ്റ് സമർപ്പിച്ചാലും ആ പ്രോജക്റ്റിലെല്ലാം എന്തെങ്കിലും ഗുരുത്തക്കേടുകളുണ്ട് എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യുക, സുമിത്രയെ പീഡിപ്പിക്കുക, അനാവശ്യമായ ടോർച്ചറി നടത്തുക മുതലായ കാര്യങ്ങൾ ഉണ്ടാകുക. അതൊരു നിത്യസംഭവമായി മാറി. അവസാനം സമ്മർദ്ദത്തിന് വഴങ്ങി സുമ ജോലി ഉപേക്ഷിക്കേണ്ടതായ ഒരു അവസ്ഥയിലെത്തി. ജോലി ഉപേക്ഷിക്കുകയാണ് അവര്. ആ സാധുവായ സ്ത്രീ ജോലി ഉപേക്ഷിക്കുകയാണ്. കാരണം നിരക്കുമ്പോൾ 10ലെ ശനിയാണ് ഇത് ചെയ്തത്. 10ൽ നിൽക്കുന്ന ശനിയാണ്, തൊഴിലാണ് അവിടെ പ്രശ്നം. തൊഴിൽ സ്ഥാനത്തുണ്ടാകുന്ന അനാവശ്യ പ്രവണതകൾ, അനാവശ്യമായ ആരോപണങ്ങൾ ആ കുട്ടിയെ തളർത്തി, വല്ലാതെയാക്കി. അങ്ങനെ ജോലി നഷ്ടപ്പെടുന്നു. പിന്നീട് ആ കണ്ടകശനി കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് നല്ല വലിയൊരു ജോലി കിട്ടി, നല്ല രീതിയിൽ നിന്നു. അവർക്ക് ആ കാര്യങ്ങൾ കൃത്യമായി എങ്ങനെ കൊണ്ടുപോകണം, ഓരോ സമയത്തും വരുന്നതായ വ്യതിയാനങ്ങൾ അവർ മനസ്സിലാക്കി പ്രവർത്തിച്ച് അവരിന്നിപ്പോ നല്ല സ്ഥിതിയിലാണ്. ഇതുപോലെ ഒരു 100 കഥകൾ നമുക്ക് ചുറ്റും അരങ്ങേറുന്നുണ്ട്. ഈ കഥകൾക്ക് പിന്നിലെല്ലാം ഈ പറയുന്ന പ്രക്രിയകളുണ്ട്. പലരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനി എന്ന് പറഞ്ഞാൽ 4, 7, 10 സ്ഥാനത്തും 8ൽ ശനി നിൽക്കുന്നത് കണ്ടകശനി അല്ലെങ്കിൽ പോലും അഷ്ടമത്തിലെ ശനി ദോഷമാണ്. 7ര ശനി എന്ന് പറയുന്നത് നമ്മുടെ കൂറിന്റെ, ഇപ്പൊ മേടക്കൂറാണ് എങ്കിൽ അതിന്റെ 12ലും ജന്മത്തിലും 2ലും നിൽക്കുക. ഇതിനാണ് 7ര ശനി. 7ര ശനി 7.5 കൊല്ലമാണ്. 2.5 അങ്ങനെ 7.5 കൊല്ലം. കണ്ടകശനി 2.5 കൊല്ലം, വെറും 2.5 കൊല്ലമാണ്. 2.5 കൊല്ലം ശനി ഒരു കൂറിൽ അല്ലെങ്കിൽ ഒരു നക്ഷത്രത്തിൽ താമസിക്കുന്നു. ഉദാഹരണം, ഇപ്പോൾ ശനി ഇതെടുക്കുന്ന സമയത്ത് ശനി നിൽക്കുന്നത് മീനത്തിലാണ്. ആ മീനത്തിലെ 2.5 കൊല്ല താമസം കഴിഞ്ഞ് മീനം കഴിഞ്ഞ് മേടത്തിലേക്ക് പോകും. മേടത്തിൽ 2.5 കൊല്ലം താമസിച്ചു കഴിഞ്ഞാൽ ഇടവത്തിലേക്ക് പോകും. ഇതാണ് ശനിയുടെ സഞ്ചാര പദം. ഒരു രാശിയിൽ 2.5 കൊല്ലമാണ് നിൽക്കുന്നത്. അതിൽ ഈ പറയുന്ന 4 കൂറിന്റെ 4, 7, 10 ഭാവങ്ങളിൽ വരുമ്പോഴും അഷ്ടമത്തിൽ വരുമ്പോഴും കൂറിന്റെ 12ലും ജന്മത്തിലും 2ലും വരുമ്പോഴുമാണ് നമുക്ക് ഈ അപജയങ്ങൾ വരുന്നത്. അപജയങ്ങൾ വരുന്നതിന് വ്യത്യാസങ്ങളുണ്ട്. ഈ ശനി ഇയാൾക്ക് അല്ലെങ്കിൽ ഇവൾക്ക് അനുകൂലമാണെങ്കിൽ ആ ശനി നമ്മളെ ഉപദ്രവിക്കാതിരിക്കും, അതങ്ങ് പോവും. അത് അതിൻ്റെതായ രീതിയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ട് വലിയ കാര്യമായ രോഗങ്ങളൊന്നും ഇല്ലാതെ വല്ല നീരിളക്കമോ അല്ലെങ്കിൽ വല്ല കാലുവേദനയോ മുട്ടുവേദനയോ നിസ്സാരമായ തട്ടലോ മുട്ടലോ പൊട്ടലായിട്ട് മാറും. അതേ സ്ഥാനത്ത് ആ ശനി അവർക്ക് ദോഷകാരകനാണെങ്കിൽ, ദോഷപ്രദനാണെങ്കിൽ അനേകം ഉപദ്രവങ്ങൾ ഉണ്ടാക്കി വെക്കും. ഇതാണ് ഇവിടുത്തെ സംഭവം. ഈ സംഭവം മറവിൽ തിരിവ്, അപകടം സൂക്ഷിക്കുക എന്ന ബോർഡ് എടുത്ത് മാറ്റി ഗൂഗിൾ നമുക്ക് കാര്യങ്ങൾ തരുന്ന രീതിയിൽ ചെയ്യാനായിട്ട് ഇവിടെ യാതൊരു നിവൃത്തിയില്ല. ഈ വിധി നടപ്പാക്കുന്നത് ശനിയാണ്, അല്ലെങ്കിൽ ഓരോ വിധികളും നടപ്പാക്കുന്നത് നവഗ്രഹങ്ങളാണ്. അവര് ചെയ്യുന്ന ഈ പ്രവൃത്തികളിൽ നമുക്ക് ഒരു ചുണ്ണാമ്പും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അനുഭവിച്ചേ മതിയാവൂ. പിന്നെ പ്രാർത്ഥനകൾ. ഈ ശനീശ്വരന്റെയോ അല്ലെങ്കിൽ ഏത് ഗ്രഹമാണോ ഇങ്ങനെ നമ്മളെ ദ്രോഹിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് മോശമായ അവസ്ഥ ഉണ്ടാക്കുന്നത്, അതിന്റെ പ്രാർത്ഥനകൾ കൊണ്ട് നമുക്ക് ഇതേറെക്കുറെ ദൂരീകരിക്കാൻ പറ്റും. അതിന് നിർണയിച്ചിരിക്കുന്നതായ ഈശ്വരമൂർത്തികളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ കുറെ അധികം ഗുണം നമുക്ക് ലഭിക്കും. അല്ലാത്ത രീതിയിൽ വരുമ്പോൾ എന്തുണ്ടാകുന്നു? ഇരുട്ടിൽ തപ്പുന്നു, ഇരുട്ടത്ത് കരിമ്പൂച്ചയെ തപ്പുന്നു, നമ്മൾ ആകെ വെപ്രാളപ്പെടുന്നു.
അലാവുദ്ദീന്റെ അത്ഭുത വിളക്കുമായി നമ്മുടെ മുമ്പിൽ ജ്യോതിഷികളോ അതുപോലെ പ്രശ്ന പരിഹാരക്കാരോ വന്നെത്തുന്നു. അലാവുദ്ദീൻ എന്നേ പോയി. അലാവുദ്ദീൻ തന്റെ അത്ഭുത വിളക്ക് ബാങ്കിൽ പണയം വെച്ച് പോയിട്ട് കാലം വേറെയായ അത്ഭുത വിളക്കിന് ഇപ്പൊ വലിയ കാര്യമായ ബലമൊന്നുമില്ല. അപ്പോ ഏലസുകളോ കല്ലുകളോ അത്ഭുതകരമായ പൂജകളോ ഒക്കെ ഇവര് പറഞ്ഞ് നമ്മളെ ഒരു വഴിക്കാക്കും. ഗുണം നഹി. അതുപോലെ വേറെ പല കാര്യങ്ങളുണ്ട്. അലിബാബയും 40 കള്ളന്മാരും എന്ന് നിങ്ങൾ കേട്ട് കാണും. അവിടെ പാസ്വേഡ് ഉണ്ട് വാതിൽ തുറക്കാൻ. അബൂ കാഹുസും അണ്ട കാഹുസും ഇന്ത വാതിൽ തുറന്നു വിട്ടീസേൻ എന്ന് പറയുമ്പോഴായിരിക്കും വാതിൽ തുറക്കുന്നത്. അല്ലാതെ നമ്മളവിടെ ചെന്ന് വാതിൽ തള്ളി തുറന്നാൽ തുറക്കൂല എന്നതുപോലെ പല വിദ്യകൾ, അത്ഭുത വിദ്യകളുമായിട്ട് വരുന്ന പ്രവാചകന്മാരെ സൂക്ഷിക്കുക. ഇവിടെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, നമുക്ക് ആപത്തുകൾ വരുമ്പോൾ, നമുക്ക് വിഷമം വരുമ്പോൾ വളരെ കുശാഗ്രബുദ്ധിയായ, പണലാഭത്തിനോ അല്ലെങ്കിൽ പണത്തിനോ മോഹിക്കാത്ത ആളുകളെ, ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ആളുകളെ സമീപിച്ച് എന്താണ് സ്ഥിതിവിശേഷം, എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ നമുക്ക് അപകടം പറ്റും. ഒന്നും അറിയാത്ത നമ്മുടെ വെള്ളാനകളുടെ നാട്ടിലെ കുതിരവട്ടം പപ്പൂനെ പോലെ ഇപ്പൊ ശരിയാക്കി തരാം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ദുർവിധി നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും, ആപത്തുകൾ വരും, പണനഷ്ടം വരും, അപമാനം വരും, ജയിൽവാസം വരും എന്ന് വേണ്ട 2-3 കഥകളിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ആത്മഹത്യ വരെ വന്നെത്താകുന്ന സാധ്യതകൾ ഉണ്ടാവുന്നു. പേടിപ്പിക്കല്ല. ഇതിനെല്ലാം അപവാദം നമ്മൾ കണ്ടെത്തി അതിനു വേണ്ട പരിഹാരങ്ങളും പ്രാർത്ഥനകളും ചെയ്യുന്നത് ആരാണോ അവരെ ഇതിൽ നിന്ന് മോചിതരാക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ബലം കുറയ്ക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ നഗ്ന സത്യം നമ്മൾ ഈ എപ്പിസോഡിലൂടെ വിളിച്ചു പറയുകയാണ്. ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുമെന്ന് എനിക്ക് അറിയാം. കാരണം ഒരുപാട് ആളുകൾക്ക് അനാവശ്യമായ വിഷാദങ്ങളും മനോവിഷമങ്ങളും അതുപോലുള്ള ആത്മഹത്യാ പ്രവണതകളും തൊഴിൽ നഷ്ടങ്ങളും അപമാന ഭീതിയും അപമാനവും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും അനുഭവിക്കുമ്പോൾ നമ്മൾ ഒരു വട്ടം ചിന്തിക്കുക, ഒരു വട്ടം ഈ എപ്പിസോഡിനെ കുറിച്ച് ഓർക്കുക, മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്ന ഈ അധ്യായം ഇവിടെ നിർത്തുന്നു. നല്ല നമസ്കാരം. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അടുത്ത എപ്പിസോഡിൽ.